പണ്ടും നമ്മുടെ അറിയാമല്ലോ, കേരളത്തിൽ എന്ന് മാത്രമല്ല ലോകം മുഴുവനും ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇന്നും ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന, ഇന്നും അന്നും എന്നും എന്നും ഭീതി പടർത്തുന്ന രോഗം തന്നെയാണ്. അപ്പം നമ്മൾ അന്ന് ക്യാൻസർ ഇത്രയധികം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഒരുപക്ഷെ ഞാനൊരു 10-35 വർഷം മുമ്പ് RCC വരുമ്പോൾ ഇപ്പോൾ ഉള്ള പേഷ്യൻസിൻ്റെ ഒരു മൂന്നിലൊന്ന് പോലും ഇല്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പം രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങൾ കൊണ്ടുണ്ട്. ഒന്ന്, ഈ ജനസംഖ്യാനുപാതികമായിട്ട് രോഗികളുടെ എണ്ണം വർദ്ധിക്കും. അതൊന്ന് ശാസ്ത്രീയമായിട്ട് പറയും. പിന്നെ സമൂഹത്തിൽ ഈ ജെറിയാട്രിക്സ് പേഷ്യൻ്റ്, അതായത് വൃദ്ധജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനാനുപാതികമായിട്ട് ക്യാൻസർ പേഷ്യൻസിൻ്റെ എണ്ണം വർദ്ധിക്കാം. അപ്പോൾ നമ്മൾ ആയുർദൈർഘ്യം വർദ്ധിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. ആയുർദൈർഘ്യം വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൽ വൃദ്ധരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിലൊരു നല്ലൊരു ശതമാനം ക്യാൻസർ പേഷ്യൻ്റായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു വർദ്ധനവ്. ഇതൊന്നുമല്ലാതെ മറ്റൊരു കാര്യമുണ്ട്, രോഗനിർണയ സംവിധാനങ്ങൾ. അപ്പോൾ അവയർനെസ് കൂടിയതിൻ്റെ ഫലമായിട്ട്, ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള അവബോധം കൂടിയതിൻ്റെ ഫലമായിട്ട് രോഗം കണ്ടുപിടിക്കാൻ ആവശ്യമായ ഒരു മൈൻഡ് സെറ്റ് ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ശരീരത്തിൽ ഒരു ചെറിയ മുഴ കണ്ടാൽ പോലും അത് വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ കാണുകയും അത് പരിശോധിക്കുകയും അത് രോഗം നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു ആരോഗ്യ സാക്ഷരത നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെയല്ല, രോഗനിർണയ സംവിധാനങ്ങൾ വർദ്ധിച്ചു. മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ പൊതുവായി നമ്മൾ ഇന്ത്യയിൽ എടുക്കുമ്പം മറ്റ് ശരാശരി നിലവാരത്തിൽ കൂടുതലായിട്ടുള്ള രോഗനിർണയ സംവിധാനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പം നേരത്തെ ഉദാഹരണം പറഞ്ഞാൽ കവിളുവാർപ്പ് എന്ന് പറയുന്നത്, വായിലുണ്ടാകുന്ന ക്യാൻസർ നമ്മുടെ കവിളുവാർപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ അത് അവഗണിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ലൂക്കീമിയ സന്നിപാത ജ്വരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് അവഗണിച്ച്, അങ്ങനെ അത് കണ്ടുപിടിക്കപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ ക്യാൻസർ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഭഗന്തരം എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് ഈ വയറിലുണ്ടാകുന്ന ക്യാൻസറിനെയൊക്കെ പണ്ട് പറഞ്ഞിരുന്നത്, ലിവർ ക്യാൻസറിനെയൊക്കെ. പക്ഷെ അതൊക്കെ ക്യാൻസർ ആണ് എന്നുള്ള ഇൻലിസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യാൻസർ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി പലപ്പോഴും കണക്കിലെടുക്കേണ്ടതുണ്ട്. ഓഫ് കോഴ്സ് ലൈഫ് സ്റ്റൈലിലുണ്ടായ മാറ്റം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കൊരു 30 വർഷം മുമ്പുള്ള ലൈഫ് നമുക്കെല്ലാം അറിയാമല്ലോ. 30 വർഷം മുമ്പുള്ള ജീവിതശൈലി അല്ല മനുഷ്യൻ്റേതിപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും വികസനത്തിൻ്റെ ഭാഗമായി, വികസനം എവിടെയുണ്ടോ അവിടെ ക്യാൻസർ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ വികസിത രാജ്യങ്ങളിലൊക്കെ നമ്മളെക്കാട്ടി 5-6 ഇരട്ടിയാണ് ക്യാൻസർ. അപ്പോൾ വികസനത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് കൂടിയാണ് ക്യാൻസർ. അതുകൂടെ ആലോചിക്കണം. അപ്പം നമ്മളെ സമൂഹത്തിൽ ഈ കലോറി വാല്യൂ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുകയും വ്യായാമം കുറയുകയും ചെയ്ത് നാരുകൾ കുറവുള്ള ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ടെൻഷൻ കൂടുന്നു, മത്സരം കൂടുന്നു, സ്ട്രെസ്സ് കൂടുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. സൈക്കോസൊമാറ്റിക് ഡിസീസ് കൂടിയാണ് ക്യാൻസർ. അതുകൂടെ ആലോചിക്കണം. അപ്പം അങ്ങനെ വരുമ്പം ജീവിതശൈലി എന്ന് പറയുന്നത്, നമുക്ക് അനാരോഗ്യകരമായ ജീവിതശൈലി മൂലം നമ്മുടെ ക്യാൻസർ വർദ്ധിക്കുന്നു. രോഗനിർണയ സംവിധാനങ്ങൾ കൂടുതൽ ക്യാൻസർ ഉണ്ടെന്നുള്ള ബോധ്യം കൂടുന്നു. ജനസംഖ്യാനുപാതികമായിട്ടും അതുപോലെ തന്നെ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പകർച്ചവ്യാധികളൊക്കെ തടഞ്ഞത് കൊണ്ട് ആയുർദൈർഘ്യം വർദ്ധിച്ചു. അങ്ങനെ കുറേ ക്യാൻസർ കൂടുന്നു. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ക്യാൻസർ കൂടി എന്ന് പറയാൻ.